ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മെയിൻ എക്സസൈസ് ആണ്. നമ്മുടെ ബ്രെത്ത് കപ്പാസിറ്റി കൂടാനും ത്രോട്ട് ഇതാവാനും സ്വരസ്ഥാനങ്ങൾ ഉറക്കാനും എല്ലാം വേണ്ടി ചെയ്യേണ്ട ഒരു എക്സസൈസ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൻ പോകുന്ന എക്സസൈസ് നിങ്ങൾ എന്തിനു ചെയ്യണം? അകാരാദികളിൽ ചെയ്യണം. അപ്പൊ ഇത് എഴുതിക്കോളാ, നിങ്ങൾ അപ്പൊ ശ്രദ്ധിച്ച് എഴുതിക്കോളാ. ഓക്കെ, ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഒരു സ്വരത്തിനെ നീട്ടിപ്പാടുക. എത്ര? ഒരു താളവട്ടത്തിൽ. ഇങ്ങനെ ഒരു താളവട്ടം. എന്താ ഒരു താളവട്ടം? ഒരു താളവട്ടം എന്ന് പറയുമ്പോ എത്രയാ? അൺമ്യൂട്ട് ചെയ്തോളൂ. ഞാൻ പേര് വിളിക്കുന്നത് അൺമ്യൂട്ട് ചെയ്തോളൂ. അകാരാദികൾ, അകാരാദികൾ. റംല എന്ന് തുടങ്ങി. റംല, ഇന്നത്തെ അകാരാദികൾ ക്ലാസ് എങ്ങനെയുണ്ട്? അൺമ്യൂട്ട് ചെയ്തോ. പേര് വിളിക്കുന്നത് അൺമ്യൂട്ട് ചെയ്യാൻ പാടില്ലേ? ഒരു സെക്കൻഡ്. പറഞ്ഞോ റംല, പറഞ്ഞോ. അകാരാദികൾ ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ട് സാറേ? ഒരുപാട് എന്താ പറയാ, ഒരുപാട് സന്തോഷം ഉണ്ടായി. കാരണം ഇത് എനിക്ക് അറിയില്ല, ഇങ്ങനെ എന്താണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അറിയില്ല. അപ്പൊ അത് എനിക്ക് എത്രമാത്രാണ് എന്ന് ഏറ്റവും ഹാപ്പിയാണ് ഞാന്. കാരണം എനിക്ക് ഇങ്ങനെ അറിയേയില്ല ഇതെങ്ങനെയാ പാടേണ്ടതെന്നൊന്നും അറിയില്ല. പിന്നെ കുറേ സംഭവങ്ങൾ എങ്ങനെ അടിക്കേണ്ടത്, അത് ഇങ്ങനെ ചെറുവിരല്, നടുവിരൽ, താളടിക്കുന്നതിന്റെ അത് എല്ലാം മൊത്തത്തില് ഇന്ന് ഒരുപാട് സന്തോഷം ഉണ്ട് എനിക്ക്. ഒരുപാട് ഹാപ്പിയാണ്. ഒരുപാട് താങ്ക് യു സർ. ഒരുപാട് സോ മച്ച്. അതായത് ഇന്ന് തന്നെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നാളത്തേക്ക് കയ്യിൽ പോകും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തന്നെ ക്ലാസ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് 5-6 തവണ പ്രാക്ടീസ് നോക്കുക. ആ എഴുതിയിരിക്കുന്നത് ഫസ്റ്റ് ഒന്നാം കാലത്തിലും 2ാം കാലത്തിലും 3ാം കാലത്തിലും ഒന്ന് പ്രാക്ടീസ് നോക്കുക. അടിച്ചു നോക്കണം. ആ വിരലുകൾ ഉപയോഗിച്ചും അടിയും വീശും. അല്ലെങ്കിൽ മറന്നു പോകും പെട്ടെന്ന്. നമ്മുടെ മനസ്സ് അങ്ങനെയാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പിന്നെ നാളത്തേക്ക് ഓക്കെയോ. പക്ഷെ എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. അപ്പോൾ ഒരു ഋഷികുമാർ പറഞ്ഞോ, പേര് വിളിക്കുന്ന അൺമ്യൂട്ട് പറഞ്ഞാൽ മതി. പറഞ്ഞോ, എങ്ങനെയുണ്ട് അകാരാദികൾ? സൂപ്പർ ആയിരുന്നു സാറേ. ഹലോ, പറഞ്ഞോ, കേൾക്കാം. അതായത് സാധാരണ നമ്മളൊരു പാട്ട് പാടുമ്പോൾ എങ്ങനെയാണ് അതിന്റെ വൈബ്രേഷൻസ് ഉണ്ടല്ലോ സാറേ, ഇതൊക്കെ ഈ അകാരം ഇകാരം ഈ വഴിക്കാണ് വരുന്നതെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അത് ശ്രീകുമാറിനല്ല, ഈ ശ്രീകുമാർ ഇതിനകത്തുള്ള ആർക്കും അറിയാൻ പാടില്ലായിരുന്നു. ഇപ്പോഴാണ് അറിഞ്ഞത്. ഞാൻ അതല്ലേ പറയുന്നത്. ഇത് അതുകൊണ്ടാണ് ഇതിന് ടെക്നിക്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ശാസ്ത്രീയം വർഷങ്ങൾ പഠിച്ചിട്ട് സിനിമ ഗാനം പാടാത്തത്? നമ്മുടെ ഗ്രൂപ്പിൽ വർഷങ്ങൾ പഠിച്ച ആളുകളുണ്ടെന്നേ. 9 വർഷം ശാസ്ത്രീയം പഠിച്ച അംഗമുണ്ട് ഇതിനകത്ത്. 9 വർഷം. കൊല്ലത്തുകാരി 9 വർഷം. എന്തുകൊണ്ടാണ്? അവർക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഈ ടെക്നിക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. യെസ്, അവര് വരിശകൾ പാടും, സ്വരങ്ങളൊക്കെ പാടും. പക്ഷെ ഫിലിം സോങ് വേറെയാണേ. തീർച്ചയായിട്ടും. അവിടെയാണ് വ്യത്യാസം. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പൊ വെരി ഗുഡ്, താങ്ക് യു, ഗോഡ് ബ്ലസ്. എന്നിട്ട് പ്രാക്ടീസ് ചെയ്യാം. സ്ലോലി പ്രാക്ടീസ് ചെയ്താൽ സ്ലോലി വീണു. ഒരു സംശയമില്ല, വീണിരിക്കും. എല്ലാവരും ത്രോട്ടിൽ വീണിരിക്കും. ഞാനത് എടുത്തു പറയുന്നു. എല്ലാവരുടെയും ത്രോട്ടിൽ വീണിരിക്കും. അതിനകത്ത് ഒരു സംശയമില്ല. പ്രാക്ടീസ്. അപ്പോൾ ശ്രീകല, പേര് വിളിക്കാൻ അൺമ്യൂട്ട് ചെയ്തോളൂ ഓരോരുത്തരും. ഹാപ്പി അല്ലേ? ശ്രീകലക്ക് അൺമ്യൂട്ട് ചെയ്തു. ലേഖ അൺമ്യൂട്ട് ചെയ്തോളൂ. പറഞ്ഞോ സാർ. നമസ്കാരം. സാർ പറഞ്ഞോ. എനിക്ക് ഇന്ന് സാറാ താളം കിട്ടി കാണിച്ചത് നന്നായിട്ട് മനസ്സിലായി. പിടിച്ചു? മനസ്സിലായി. സന്തോഷമായി. മനസ്സിലായി. സാറ് പറയുന്നത് എന്തൊരു സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. താങ്ക് യു. ഗോഡ് ബ്ലസ്. ലേഖ. സാറേ പറയുന്നത് കേക്കോ? നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. നല്ലപോലെ മനസ്സിലാവുന്നുണ്ട് സാറേ. നല്ല ക്ലാസ് ആണ്. ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം നമ്മള് സിനിമ പാട്ട് ഇങ്ങനെ കൂടെ പാടി ഇങ്ങനെ നിക്കത്തേ ഉള്ളൂ. ഞാൻ പാട്ടുകാരിയൊന്നും അല്ല, ഈ കൂടെ മൂടുന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പം അതെങ്ങനൊക്കെ പാടണം എന്ന് സാറിന്റെ ക്ലാസ്സിൽ കയറിയത് കൊണ്ടാ. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒത്തിരി താങ്ക്സ് സാർ. താങ്ക് യു. ഗോഡ് ബ്ലസ്. അമ്പിളി കഴിഞ്ഞ് തൊട്ട് മുകളിൽ സുജി ജോസ്, അത് കഴിഞ്ഞ് ജയശങ്കർ. നമസ്തേ സാർ. നമസ്തേ. സന്തോഷമായി സാർ. റൈറ്റ്. അപ്പൊ ഹാപ്പി. അപ്പൊ അകാരൊക്കെ പാടിയിരിക്കും. പാടും സാർ, പാടും. വെരി ഗുഡ്. സുജി ജോസ്, അകാരാദികളെ കുറിച്ച് മാത്രം പറയാം, വേറെ ഒന്നും പറയണ്ട. ക്ലാസ് ഇന്നത്തെ അകാരാദികൾ എങ്ങനെയുണ്ട്?
അൺമ്യൂട്ട് ആയില്ല, അൺമ്യൂട്ട് ആയില്ല, അൺമ്യൂട്ട് ആയില്ല, അൺമ്യൂട്ട് ആയില്ല. നല്ല ക്ലാസ് ആയിരുന്നു. അതുപോലെ തന്നെ സാറ് പറഞ്ഞു തന്നല്ലോ, ഈ സരിഗമപദനിസ ഓരോ കാലത്തിലും പാടുമ്പോൾ നമ്മള് അടി, ചെരുവിരൽ, വിരൽ അതൊരു ഭയങ്കര സംഭവമാണ് കേട്ടോ. അത് പറഞ്ഞു തന്നത് അത് വളരെ നന്നായിട്ട് മനസ്സിലായി. അത് വെച്ചിട്ട് നമുക്ക് ഈ അകാരങ്ങളും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമല്ലോ. അത് ഭയങ്കര സംഭവമായി. ഭയങ്കര സന്തോഷം സാർ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ സമാധാനത്തിൽ ഉറങ്ങിക്കുള്ളൂ. സ്ലീപ് ഇൻ പീസ്. റൈറ്റ്. ജയശങ്കർ, ജയശങ്കറിന്റെ പേരിലുണ്ടൊരു ജയം. ഇന്നൊരു ആ ജയത്തിനൊരു ഒരു 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 ഉണർവ് കൂടുതലാണ്. അൺമ്യൂട്ട് പറഞ്ഞോളൂ. അൺമ്യൂട്ട് ആയില്ല, അൺമ്യൂട്ട് ആയില്ല, ഇല്ല, അൺമ്യൂട്ട് ആയില്ല. സഹീർ, ഇപ്പൊ അൺമ്യൂട്ട് ആയി. ഓക്കെ ഓക്കെ, ശരി ശരി, പറഞ്ഞോ. അല്ല, ഇന്നത്തെ ക്ലാസ് ഉഗ്രമായിരുന്നു. നമുക്ക് അകാരാദികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ സിനിമാ പാട്ടുകളൊക്കെ നമ്മൾ ആ ഗായകനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടൊക്കെ ആ ടോണൊക്കെ അനുകരിച്ചൊക്കെ പാടാൻ ശ്രമിക്കും. പക്ഷെ നമുക്ക് അകാരാദികൾ ഇല്ലെങ്കിൽ അതിന്റെ ആ വളവും തിരിവും ഒന്നും ക്ലിയർ ആയിട്ട് ഒന്നും പാടാൻ പറ്റില്ല, ഒന്നും പാടാൻ പറ്റില്ല. അത് ആ കാര്യങ്ങൾ സാറ് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി തന്നു. താങ്ക് യു. നമുക്ക് എങ്ങനെ അതിനെ കുറച്ചുകൂടെ പോളിഷ് ചെയ്ത് കുറച്ചുകൂടെ വൃത്തിയായിട്ട് പാടാൻ പറ്റും. ഞാൻ ഫസ്റ്റ് വെബിനാറിൽ പറയല്ലേ, നമുക്കൊരു പാട്ടിൽ ഭംഗി വരുത്തണമെങ്കിൽ ഈ ടെക്നിക്ക് ഇല്ലെങ്കിൽ പറ്റില്ല. നിങ്ങൾക്ക് ഇത് എടുക്കാൻ, ആ പോർഷൻ പാടാൻ പറ്റില്ല. നമ്മൾ ആ പാട്ട് വിട്ട് കളയും. തീർച്ചയായിട്ടും ആ പോർഷൻ. ചില പാട്ടുകളിലല്ല, ഭൂരിഭാഗം പാട്ടുകളിലും സംഗതികളുണ്ടാവും, ഈ അപ്പൊ അത് വിട്ട് കളയുമ്പോ ആ പാട്ടിന്റെ ഭംഗി കുറയും. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പാടുന്നു മാത്രം. പക്ഷെ ലെവൽ അത്രേ ഉള്ളൂ. ഏതായാലും വളരെ നന്നായിരുന്നു സാറിന്റെ ക്ലാസ്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അകാരാദികളുടെ ഇമ്പോർട്ടൻസ് എത്ര ഉണ്ടെന്ന് മനസ്സിലായി. അതെ, 6 കാരം പ്രാക്ടീസ് ചെയ്യുള്ളൂ, രക്ഷപ്പെടും. 6 കാരം പ്രാക്ടീസ് ചെയ്യുള്ളൂ, രക്ഷപ്പെട്ടിരിക്കും. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. ലെവല് മാറും. സഹീർ, പറഞ്ഞോ. ഭയങ്കര ഹാപ്പിയാണ്. ഒന്നാമത് അകാരങ്ങളെല്ലാം ഹാപ്പിയാണ്. അകാരങ്ങളൊക്കെ ശരിക്കും കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് കിട്ടി. പിന്നെ ഇന്ന് ശരിക്കും ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സിനിമാ പാട്ടുകൾ, ഇപ്പോ ശരത് സാറൊക്കെ പാടിയ സിനിമാ പാട്ടുകളനുസരിച്ച് നമുക്ക് പാടാൻ പറ്റും. ശരിക്കും ഒരു കോൺഫിഡൻസ് 100% പറ്റും. നമ്മൾ കുറച്ച് മെനക്കെടുന്നത് മാത്രമേ ഉള്ളൂ, കുറച്ച് മെനക്കെടണം. കഴിഞ്ഞ ക്ലാസ് വരെ നമുക്ക് സംഗീതം പഠിക്കാന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഇത്രത്തോളം ഈസി വേയില് ഈ സംഗതികൾ നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളത് ഒരു നല്ലൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. കറക്റ്റ് പിന്നെ ഈ വിരലുകളും അടിയും പിന്നെ വീസും ഒക്കെ കറക്റ്റ് പറഞ്ഞത് കാരണം കറക്റ്റ് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റൊരു സാറ് നേരത്തെ പറഞ്ഞത് ചെയ്യാൻ സാധിച്ചിട്ടില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. Right, good. സാജു ബിവി. സാറേ, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. കാരണം ഈ പാട്ടിന്റെ സഞ്ചാരം കൃത്യമായിട്ട് സാറ് വേറെ പാട്ടിൽ കൂടി അത് കാണിക്കുകയും അതിന്റെ ആ റൂട്ട് ശരിക്കും മനസ്സിലാക്കി തന്നു. ഏത് കൊച്ചുപിള്ളേർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ക്ലാസ്, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. വളരെ ഒരു അറിവും വേണ്ട. അതായത് നമുക്ക് ഈ അറിവ് മാത്രം മതി. എന്താ പറയാ, പാടാൻ മൂളം കഴിവുള്ള ആർക്കും പാടാൻ പറ്റും, ഒരു സംശയമില്ല. അപ്പൊ ഗോഡ് ബ്ലെസ് സാജു, നന്നായിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യാം. ഗുഡ്. പ്രതിഭ ആർപ്പിള്ളി തൊട്ട് മുകളിലുണ്ട്. പ്രതിഭ ആർപ്പിള്ളി, പറഞ്ഞോ. അൺമ്യൂട്ട് ചെയ്യൂ ആദ്യം. അൺമ്യൂട്ടാൻ പറ്റുന്നില്ല. പറഞ്ഞോ. സാറേ, എന്റെ വീട് വൈക്കത്താണ്. വൈക്കത്താണ് എന്റെ വീട്. അപ്പൊ ഞങ്ങൾ വൈക്കത്തമ്പലത്തിലെ കച്ചേരിയൊക്കെ കാണാനായിട്ട് മിക്കവാറും എനിക്ക് പാട്ട് വളരെ ഇഷ്ടമാണ്. എന്റെ അച്ഛനും അമ്മയൊക്കെ കുറെ പാടുന്നതാണ്, കഥകളിപ്പാട്ട്, തിരുവാതിര കളി അങ്ങനെയൊക്കെ പാടുന്ന ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾ കച്ചേരി കാണാൻ പോകുമ്പോ ഇങ്ങനെ താളം പിടിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ചെയ്യണമെന്ന്. ഇപ്പോഴാണ് അത് എന്തുകൊണ്ടായിട്ട് വിരലൊക്കെ ഇങ്ങനെ പൊക്കുമ്പോഴും ഞാൻ ആലോചിച്ചിട്ട് എങ്ങനെ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാവാറില്ല. ഞാൻ ആലോചിക്കുന്നത് ഇവരിങ്ങനെ പിന്നെ നമ്മൾ ചുമ്മാ ഇങ്ങനെ കാണിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇരുന്നൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ സാർ അകാരാദികൾ പറഞ്ഞല്ലോ ഇപ്പം അതിനകത്ത് ആ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. നമ്മളിപ്പോ ഒരു വരി പാടി അടുത്ത വരിയിൽ വേറൊരു എന്തിനൊന്നുണ്ട്. അത് പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു. സാറ് പറഞ്ഞപ്പോ അടുത്ത വാക്ക് വേറെയാണ്. ആ വാക്കിലെ മൃഗ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്തത് നിങ്ങൾക്ക് ഇതിന്റെ വേറെ ടെക്നിക്കുണ്ട്. അത് നിങ്ങൾക്ക് വെള്ളിയാഴ്ച 20 സിംഗിങ് ടിപ്സിന്റെ ക്ലാസ് ഉണ്ട്. ഈ വരുന്ന വെള്ളിയാഴ്ച ക്ലാസ് ഉണ്ടാവും. അതിനുശേഷം അതിന്റെ അടുത്ത ആഴ്ചയിൽ ഫിലിം സോങ് പാടാൻ പഠിക്കും. അപ്പൊ അതിന് ഒരു ടെക്നിക്ക് കൂടെ ഉണ്ട്. നിങ്ങൾ അതിശയിച്ചു ആ ടെക്നിക്ക്. നിങ്ങൾക്ക് ആ ചിത്ര
അവിടെ എത്ര മൃഗ പാടി നിങ്ങൾക്ക് കിട്ടില്ല, എത്ര എണ്ണം പാടി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അല്ലേ? ഇത് നിങ്ങൾക്ക് അത് മനസ്സിലാവും, അത് മനസ്സിലാവും, എത്ര എണ്ണം പാടിയത് മനസ്സിലാവും. മനസ്സിലായോ? രണ്ടാമത്തേതില് ഈ ഈ അവിടെ എത്ര ഇകാരം പാടി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങളുടെ ഒരു 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 കൊട്ടക്കമ്പതിക്കങ്ങ് പാടുകയാണ്, പക്ഷെ അത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അതിനൊരു ടെക്നിക് കൂടി ഉണ്ട്, വെയിറ്റ് ചെയ്യും. അത് അതുപോലെ സാറ് പഠിപ്പിച്ച ശേഷം ഞാൻ സിനിമാ പാട്ടുകളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ അതിലുള്ള സമതാളം, ഇടത്താളം ഇതെല്ലാം ഞാൻ ഇപ്പൊ ശ്രദ്ധിച്ചു തുടങ്ങി. എനിക്ക് അതൊക്കെ മനസ്സിലായി തുടങ്ങി. വളരെ നല്ല ക്ലാസ് ആണ്. ഞാൻ ഇതിനു മുമ്പ് ഇതുപോലെ ഓൺലൈനിൽ ക്ലാസ് പോയിട്ടുണ്ട്, പക്ഷെ ഇത്രയും ഭംഗിയായിട്ടുള്ള ഒരു അറിവുകൾ എനിക്ക് കിട്ടിയിട്ടില്ല സാറേ. താങ്ക് യു. ഗോഡ് ബ്ലസ്. അപ്പോൾ അടുത്തത് ബിന്ദു ഷരൂസ്. സാറേ നമസ്തേ. പറഞ്ഞോ സാറേ. എന്നെ സംബന്ധിച്ച് പറയണേ, എനിക്ക് ഇതിന്റെ ഒരു ABCD അറിയില്ല. സാർ ഓരോ പ്രാവശ്യം എല്ലാവർക്കും പറ്റുന്ന കോൺഫിഡൻസോടെ പറയുന്നതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ്സിലേക്ക് പിന്നെയും വന്നു പോകുന്നത്. കാരണം സാർ ഒരു കോൺഫിഡൻസ് നല്ല പോലെ തരുന്നുണ്ട് ക്ലാസ്സിൽ. പിന്നെ ഈ അകാരങ്ങളുടെ ക്ലാസ് അടിപൊളിയായിരുന്നു. നല്ലോണം മനസ്സിലായി, എല്ലാം മനസ്സിലായി. അതായത് ഒരു മനുഷ്യനെ എത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാവരും പഠിപ്പിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് അവർ ശാസ്ത്രം പഠിപ്പിക്കുക എല്ലാവരും. നമ്മുടെ ഉദ്ദേശം അതല്ല. നിങ്ങൾക്ക് എത്ര എളുപ്പത്തിൽ പരിചയപ്പെടുത്തുക അല്ലെങ്കിൽ എത്ര എളുപ്പത്തിൽ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അത് തിരിച്ചറിയാനുള്ള കഴിവ് ശാസ്ത്രം പഠിപ്പിക്കുന്ന 90% ടീച്ചർ, 99% ടീച്ചർമാർക്ക് ഇല്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ് വ്യത്യസ്തമാവുന്നത്. ഒരു സംശയമില്ല അതിനകത്ത്. ശരിയല്ലേ? നിങ്ങൾ 3 ക്ലാസ് ആയിട്ടുള്ളൂ. 3 ക്ലാസ്സിലാണ് നിങ്ങൾ താളം കഴിഞ്ഞു, ആകാരം കഴിഞ്ഞു, ശ്രുതി കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ ടിപ്സുകൾ തരും, പിന്നെ ഫിലിം സോങ് പാടാൻ പഠിക്കും. ദാറ്റ്സ് ഇനഫ്. ഓക്കെ. അപ്പോ ബിന്ദു ഗുഡ്. ലൈന സുരേഷ് പറഞ്ഞോ. അച്ഛൻ പറഞ്ഞാലും മതി, മോൾക്ക് പറയാൻ ബുദ്ധിമുട്ട് അച്ഛൻ പറഞ്ഞോട്ടെ. അടിപൊളി ക്ലാസ് ആയിരുന്നു. പിന്നെ എനിക്ക് നല്ലോണം മനസ്സിലായി. പിന്നെ അടിച്ചു പൊളിച്ചു തീർത്തു. വെരി ഗുഡ്. എത്ര വയസ്സുണ്ട് മോൾക്ക്? 11 വയസ്സ്. കണ്ടോ, 11 വയസ്സേ ഉള്ളൂ. അടിച്ച് പൊളിച്ച് തകർത്ത് തിമിർത്തു. 11 വയസ്സേ ഉള്ളൂ. എന്റെ കൂടെ തെരേമേരെ ബീച്ചുമേം പാടിയിരിക്കുന്നത്. തെരേമേരെ ബീച്ചുമേം. ഒരു സെക്കൻഡ് ഇപ്പൊ കേൾപ്പിച്ചാലോ? ഒരു സെക്കൻഡ്. അടിപൊളി ക്ലാസ് ആയിരുന്നു. കണ്ടോ, 11 വയസ്സുള്ളവന് ഇപ്പൊ 12 വയസ്സായിട്ടുണ്ടോ? വിറപ്പിച്ചു കളഞ്ഞു പുള്ളി. ഉണ്ടോ? എന്റെ അടുത്ത് ഇരിക്കുക. പുലിയ പുള്ളി. ഹരിഗോവിന്ദ് 11 വയസ്സ്. കുഞ്ഞു മോനാ. तेरे मेरे बीच में कैसा है ये बंधन अनजाना, कैसा है बंधन अनजाना, मैंने नहीं जाना, तूने नहीं जाना, मैंने नहीं जाना, तूने नहीं जाना। तेरे मेरे बीच में कैसा है ये बंधन अनजाना। എന്നുണ്ട് യെസ്, നല്ല മിടുക്കനാ. അവന് ഒരു പേടിയില്ല. ഞാൻ ചോദിച്ചു, ഇത് എന്റെ കൂടെ പാടാൻ പറ്റുമോ? ഞാൻ പാടാം സാർ. അവനെ കണ്ട പറയൂ. ഞാൻ പോലും കരഞ്ഞു എന്നുള്ള. കാരണം അത്രയ്ക്ക് രസമാണ്. അവന് ആ ഒരു കപ്പാസിറ്റി ഭയങ്കരമാണ്. അതായത് ഒരു പേടിയില്ല. ഒന്നാമത് കുഞ്ഞ് മക്കളാകുമ്പോൾ അവർക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഇടയ്ക്ക് കൈ ഇങ്ങനെ കാണിച്ചു. എന്തിനാണെന്നറിയോ? അത് ഞങ്ങള് ഒരു വരി ഞാൻ, ഒരു വരി അവനും ആ മോനും പാടുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ അവന്റെ പാട്ട് പാടുന്ന ഇത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു, നീ അതെന്നെ പാടിക്കോ. ആ ലൈവ് പറഞ്ഞു കൊടുക്കണം. ലൈവാണ് റെക്കോർഡ്.
ഇത് പാടിയിട്ട് ഷൂട്ട് ചെയ്തതല്ല, ലൈവ് റെക്കോർഡാണിത്. അപ്പൊ അവിടെ അത് രണ്ടാമതൊരു ചിന്ത പോലും ഇല്ലാതെ പാടുന്നത്. ഷാർപ്പാണ്, ഭയങ്കര ഷാർപ്പാണ്, നല്ലൊരു സിംഗർ, നല്ലൊരു മോന. അപ്പൊ മോള് ഇതുപോലെ തന്നെ പാടിക്കൊള്ളാം കേട്ടോ, പിടിക്കട്ടെ, പാടിക്കാം കേട്ടോ. റൈറ്റ്, ഗോഡ് ബ്ലെസ്. അപ്പോൾ ജോയ്മോൻ പറഞ്ഞോ. നമസ്തേ സാർ. നമസ്തേ. നല്ല ക്ലാസ് ആയിരുന്നു. സൂപ്പർ. എനിക്ക് ഇന്ന് ഒരു ഹാപ്പി വന്നത്, സാറ് ഫുൾ ഹാപ്പി ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ക്ലാസ് ശ്രദ്ധിക്കാനും നല്ലതാൻ പറ്റും. ഓ ഹാപ്പിയാണ് സാർ. റൈറ്റ്. അപ്പൊ ഇത് താളിട്ട് തന്നെ ഇന്ന് തന്നെ നോക്കിക്കോളാം, എല്ലാവരും ഇന്ന് തന്നെ നോക്കുക, അല്ലെങ്കിൽ അൺമ്യൂട്ട് പറഞ്ഞോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു സാർ. എല്ലാ ദിവസവും ഞാൻ ഇത്തിരി ഇതായിരുന്നു, ഇന്ന് നല്ല ആക്റ്റീവായിട്ട് ഇരുന്നു. എനിക്ക് സ്ട്രോക്ക് വന്നിട്ടുണ്ട് സാർ, അപ്പൊ എനിക്ക് മരുന്ന് കഴിക്കണോണ്ട് എനിക്ക് ഈ ഒരു സൈഡിന് ഒരു ഇതുണ്ട്. എത്ര വയസ്സുണ്ട് ഇപ്പൊ? എത്ര വയസ്സുണ്ട്? 60. ഓക്കെ, 60 വയസ്സ് നമ്മൾ ഇഷ്ടം പോലെ 60, 63, 74 വയസ്സുള്ള ആളുകൾ, 78 വയസ്സുള്ള ആളുകൾ ലൈവ് ഉണ്ട് നമുക്ക് കേട്ടോ. പക്ഷെ താളമിടാൻ ബുദ്ധിമുട്ടുണ്ടോ? താളമിടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഈ കൈക്ക് തളർന്നിരുന്നോ? കൈ തളർന്നിരുന്നോ? എനിക്ക് ഈ 2 വിരലിന് കുഴപ്പമുണ്ട്, ഈ കൈക്ക് ഒരു അപ്പൊ അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല, ആ 2 വിരൽ ഉപയോഗിക്കുന്നില്ല. അപ്പൊ എനിക്ക് എല്ലാം നന്നായിട്ട് മനസ്സിലായി. നല്ല സന്തോഷമുണ്ട്, ഹാപ്പി. സാറിന് നന്ദിയുണ്ട്, സാറിനും ടീച്ചറിനും നല്ല. ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് പറഞ്ഞോളൂ. അജിതകുമാരി ഉണ്ടായിരുന്നോ? ഫുൾ ക്ലാസ്സിലുണ്ടായിരുന്നോ? സാറ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ചോദിക്കല്ല. ഇന്നത്തെ ക്ലാസ്സിലെ ഒരു ഗാനത്തില് ഒരു വരിയില് ഈ അകാരികൾ ഇത്രയും വരുമ്പോ അത്രയും വരുന്നുണ്ട്. അത് സാറ് വളരെ വ്യക്തമായിട്ട് ആ എക്സാമ്പിളോടുകൂടി പറഞ്ഞു തന്നപ്പോ സത്യം പറഞ്ഞ കണ്ണു പറഞ്ഞു പോയി. ഞാന് കരോക്കെ പാടാറുണ്ട് സാറേ, കരോക്കെ വെറുതെ ഇങ്ങനെ പാടാറുണ്ട്. ഞാൻ എന്റെ ഓഫീസിലൊക്കെ ഇങ്ങനെ കരോക്കെ ഇട്ടിട്ട് പാടാറുണ്ട്. പക്ഷെ ഈ ഇത്രയും മൈന്യൂട്ടായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് ഞാൻ ആദ്യമായിട്ട്. ഇതിനകത്തുള്ള എല്ലാവർക്കും ആണോ ഗിരീഷ്? എല്ലാവർക്കും. ഇനി നിങ്ങള്, ഞാൻ പറഞ്ഞില്ലേ, ഇനി ഇതിന്റെ മുകളിൽ ഒരു ചെറിയ ടിപ്പും കൂടി ഉണ്ട്. ആ ടിപ്പ് എന്ന് വെച്ചാൽ വലിയ ടിപ്പാണത്. നിങ്ങൾക്ക് ഈ ഓരോ മൃഗയും ഓരോ ഗമകവും എത്ര തവണ നീട്ടണം. ആരാണ്? സർ റോജയാണ്. പറഞ്ഞോ. ക്ലാസ് പിന്നെ പറയാനേ ഇല്ല, പക്ഷെ എനിക്ക് ഒരു വാക്ക് ഭയങ്കര ഇഷ്ടമായി. സാറ് പറഞ്ഞില്ലേ, പിന്നെ എനിക്ക് പഠിക്കാൻ ഏറ്റവും മോശമായ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് ഒരു ടീച്ചർ. അതൊരു സംശയമില്ല. അത് ഭയങ്കര വല്ലാതെ കൊണ്ടുപോകും. സത്യം പറഞ്ഞാൽ അങ്ങനെ ആരും പറയും. ഏകദേശം ഒരു മിഡിലായ കുട്ടികളെ മാത്രമേ പഠിപ്പിക്കാൻ അധ്യാപകർ ഉണ്ടാവുള്ളൂ. അപ്പൊ എനിക്ക് നേരത്തെ മുതൽ ഇങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ട്. അതായത് എനിക്ക് ഈ പഠിക്കാൻ മോശമായിട്ട് പഠിപ്പിക്കാനായിട്ട് അതൊരു സ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു രീതിയാണ്. എനിക്കത് ഇഷ്ടമാണ് അത് പഠിപ്പിക്കാൻ. കാരണം അത് നമ്മളെ താഴണം, നമ്മൾ അത്രയും താഴ്ന്ന് നമ്മൾ അവന്റെ ലെവലിലേക്ക് വന്ന് അവനും മനസ്സിലാവുന്നില്ല. നമ്മൾ ആരെയും കുറ്റം പറയത്തില്ല, നമ്മളെല്ലാവരും കുട്ടികളെ കുറ്റം പറയും. അവൻ പഠിക്കാൻ ഭയങ്കര മോശമാണ്, മോശം എന്ന് പറഞ്ഞല്ലേ, അവന് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണത്. അല്ലാതെ അവൻ പഠിക്കാൻ മോശമായിട്ടല്ല. നിങ്ങൾ അതിന്റെ ലോജിക്ക് മനസ്സിലാക്കുക. അവൻ പഠിക്കാൻ മോശമല്ല, അവന് പക്ഷെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അവന് മനസ്സിലാവുന്നില്ല. ശരിയല്ലേ? നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അവന് മനസ്സിലാവുന്നില്ല. അവന് മനസ്സിലാവും, അവന് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവന് മനസ്സിലാവും. പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ നല്ലൊരു ഗുരുനാഥൻ, അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ഗുരുനാഥനല്ല. ശരിയല്ലേ?